2025 ക്രൂഡിന്റെ വിലയിൽ വ്യാപകമായ ഇടിവാണ് ഉണ്ടായത്. ഇയർ ടിൽ ഡേറ്റിൽ ക്രൂഡിന്റെ വില 20% ഇടിയുകയും ബ്രന്റ് ക്രൂഡിന്റെ വില $60 പെർ ബാരൽ എന്ന ലെവലിലേക്ക് എത്തുകയും ചെയ്തു. കഴിഞ്ഞ 6 ട്രേഡിംഗ് സെഷനുകളിലായി മാത്രം ബ്രന്റ് ക്രൂഡിന്റെ വിലയിൽ 10% ഇടിവാണ് സംഭവിച്ചത്. ക്രൂഡിന്റെ വില ഇടിയുന്നതിന് പിന്നിലെ ഏറ്റവും പ്രധാന കാരണം ഒന്ന് ക്രൂഡിന്റെ ഡിമാൻഡിലുണ്ടായിരിക്കുന്ന ഇടിവ്, രണ്ടാമത്തേത് US-ചൈന വ്യാപാര യുദ്ധവുമായി ബന്ധപ്പെട്ട ആശങ്ക, മൂന്നാമത്തേത് ഒപെക് രാജ്യങ്ങളുടെ പ്രൊഡക്ഷൻ വർദ്ധിച്ചത്. ഒപെക് രാജ്യങ്ങൾ ക്രൂഡിന്റെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിച്ചത്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ അസംസ്കൃത എണ്ണയുടെ വില ഇന്റർനാഷണൽ മാർക്കറ്റിൽ 18% ഇടിഞ്ഞിരിക്കുന്നത്. കൂടാതെ വരും സമയങ്ങളിലും ക്രൂഡിന്റെ വിലയിൽ ഇടിവോ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള മൂവ്മെൻറ്റോ, അതായത് $60 പെർ ബാരലിന് താഴെയുള്ള മൂവ്മെൻറ്റോ പ്രതീക്ഷിക്കാമെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. ഇതിനുള്ള പ്രധാന കാരണം ഒപെക് പ്ലസ് രാജ്യങ്ങൾ ക്രൂഡിന്റെ പ്രൊഡക്ഷൻ വർധനവ് നടപ്പിലാക്കാൻ തീരുമാനിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ്. 4,11,000 ബാരൽ പെർ ഡേ എന്ന ലെവലിൽ നിന്നും 9,60,000 ബാരൽ പെർ ഡേ എന്ന ലെവലിലേക്ക് ക്രൂഡിന്റെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാൻ ഒപെക് പ്ലസ് രാജ്യങ്ങൾ തീരുമാനിച്ചു. ഇതിൻ്റെ ഇമ്പാക്റ്റ് വരും സമയങ്ങളിൽ ക്രൂഡിന്റെ വിലയിൽ പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട്. റോയിട്ടേഴ്സിന്റെ കണക്ക് പ്രകാരം ക്രൂഡിന്റെ വിലയിൽ $4 പെർ ബാരൽ എന്ന ലെവലിലോ അല്ലെങ്കിൽ $60 താഴെ $60 പെർ ബാരൽ എന്ന ലെവലിലേക്കോ ക്രൂഡിന്റെ വിലയിൽ ഇടിവ് വരാനും സാധ്യതയുണ്ട്. ഇത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് തന്നെയാണ്. കാരണം ഇന്ത്യ ഉപയോഗിക്കുന്ന ക്രൂഡിൻ്റെ 80% ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. ക്രൂഡിൻ്റെ വില ഇടിയുന്നത് ഇന്ത്യൻ മാർക്കറ്റിനെ ഉത്തേജിപ്പിക്കുകയും ഇന്ത്യൻ ഓഹരി വിപണിയെ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിന് തന്നെ ഒരു ഉണർവേകുകയും ചെയ്യും. ഈ ഫാക്റ്റുകളുടെ പശ്ചാത്തലത്തിൽ ക്രൂഡിൻ്റെ വിലയിൽ നിന്നും നേട്ടം ലഭിക്കാൻ സാധ്യതയുള്ള ചില സെക്ടറുകളെയും ആ സെക്ടറിലെ സ്റ്റോക്കുകളെയും നമുക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ്. പ്രധാനമായും പെയിൻറ്റ് കമ്പനികൾ, അഡിസീവ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികൾ, അതോടൊപ്പം തന്നെ റിഫൈനറി കമ്പനികൾ, ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾ, ഓട്ടോമൊബൈൽ, എയർലൈൻ തുടങ്ങിയ സെക്ടറിലെ സ്റ്റോക്കുകളെയാണ് ക്രൂഡിൻ്റെ വിലയിലുണ്ടായിരിക്കുന്ന മാറ്റം ബാധിക്കുക. ഇവിടെ ഇൻപുട്ട് ക്രൂഡിൻ്റെ വില ഇടിയുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ സെക്ടറിലെ കമ്പനികളുടെയൊക്കെ പ്രോഫിറ്റ് മാർജിൻ വരാനുള്ള സാധ്യത അല്ലെങ്കിൽ വർദ്ധിക്കാനുള്ള സാധ്യത കൂടുകയാണ്. അതോടൊപ്പം തന്നെ റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിനെ ക്രൂഡിൻ്റെ വില തുടർച്ചയായി ഇടിയുന്നതിൻ്റെ പശ്ചാത്തലത്തിലും ഫോക്കസ് ചെയ്യാം. കാരണം അസംസ്കൃത എണ്ണ വിദേശ മാർക്കറ്റുകളിൽ നിന്നും വാങ്ങി ഇന്ത്യയിൽ ശുദ്ധീകരിച്ച് നൽകുന്ന ഒരു ബിസിനസ്സാണ് റിലയൻസ് നടത്തുന്നത്. ഇവിടെ അസംസ്കൃത എണ്ണയുടെ വിലയിലുണ്ടായിരിക്കുന്ന ഇടിവ് റിലയൻസ് ഇൻഡസ്ട്രീസിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ എന്ന റിഫൈനറി സെക്ടറിലെ സ്റ്റോക്കിനെയും നമുക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ്. 143 രൂപയ്ക്ക് അടുത്തായിട്ടാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ഇവിടെ നിന്നും 160, 162 തുടങ്ങിയ ലെവലുകളിലേക്കുള്ള അപ്സൈഡ് മൊമെൻറ്റം സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. കൂടാതെ പെയിൻറ്റ് സെക്ടറിൽ നിന്നും ഏഷ്യൻ പെയിൻറ്റ്, ബർജർ പെയിൻറ്റ് തുടങ്ങിയ സ്റ്റോക്കുകളെയും, അഡിസീവ് സെക്ടറിൽ നിന്നും പിഡിലൈറ്റ് എന്ന സ്റ്റോക്കിനെയും, ഓട്ടോമൊബൈൽ സെക്ടറിൽ നിന്നും അശോക് ലേലാൻഡ് എന്ന സ്റ്റോക്കിനെയും നമ്മൾക്ക് ക്രൂഡിൻ്റെ വില കുറയുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഫോക്കസ് ചെയ്യാം. ഇവിടെ IGL, റിലയൻസ് ഇൻഡസ്ട്രീസ് തുടങ്ങിയ സ്റ്റോക്കുകളിലും സ്ട്രോങ് ബൈയിങ് മൊമെൻറ്റം വരുന്നുണ്ട്. കൂടാതെ ഏഷ്യൻ പെയിൻറ്റിൻ്റെ ചാർട്ട് പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 22,290 വളരെ പ്രധാനപ്പെട്ട ഒരു ലെവലാണ്. ഈ ലെവലിന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുന്നിടത്തോളം കാലം ഫർദർ അപ്സൈഡ് മൊമെൻറ്റവും പ്രതീക്ഷിക്കാം. ഓവറാൾ ക്രൂഡിൻ്റെ വിലയിലുണ്ടായിരിക്കുന്ന ഇടിവ് ഇന്ത്യൻ മാർക്കറ്റിന് തന്നെ ഉത്തേജനം നൽകുന്ന ഒരു ഫാക്റ്റാണ്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പോലെ തന്നെ ക്രൂഡ് ഓയിലിൻ്റെ വില ഇടിയുന്നതിൻ്റെ ബെനിഫിറ്റ് ലഭിക്കാൻ സാധ്യതയുള്ള റിഫൈനറി സെക്ടറിലെ ഒരു സ്റ്റോക്കാണ് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്. ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും നെഗറ്റീവ് ക്ലോസിംഗ് നൽകുകയും 397 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. സ്റ്റോക്കിൻ്റെ 52 വീക്ക് ഹൈ 457, 52 വീക്കിലോ 287. ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 18% വർദ്ധിച്ച് 2,843 കോടിയിൽ നിന്നും 3,355 കോടിയിലേക്കെത്തി. അതേസമയം ടോട്ടൽ ഇൻകം 2.7% ഇടിഞ്ഞ് 1,22,386 കോടിയിൽ നിന്നും 1,19,126 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. കൂടാതെ കമ്പനിയുടെ ക്രൂഡ് ത്രൂ ഔട്ട് 5.84 മില്യൺ മെട്രിക് ടണ്ണിൽ നിന്നും 6.74 മില്യൺ മെട്രിക് ടണ്ണായി ഉയർന്നിട്ടുണ്ട്. ഡൊമസ്റ്റിക് സെയിൽസ് 11.80 മില്യൺ മെട്രിക് ടണ്ണിൽ നിന്നും 12.11 മില്യൺ മെട്രിക് ടണ്ണായി ഉയരുകയും ചെയ്തു. ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് 10 രൂപ 50 പൈസ പെർ ഷെയർ എന്ന റേറ്റിൽ കമ്പനി ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റിൻ്റെ പശ്ചാത്തലത്തിലും നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. അതേസമയം സ്റ്റോക്കിൽ നെഗറ്റീവ് ട്രെൻഡ് ശക്തമാകാനാണ് അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇവിടെ നിന്നും സ്റ്റോക്ക് അതിൻ്റെ റെസിസ്റ്റൻസ് സോണിന് അടുത്തായിട്ട് ട്രേഡ് ചെയ്യുന്നു. 375 ഇമ്മീഡിയറ്റ് സപ്പോർട്ടായി പ്രവർത്തിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്